വയനാട് മുണ്ടക്കൈ പുനരധിവാസം ചർച്ച ചെയ്യാനായി പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ചേരും. സ്ഥലം ഏറ്റെടുക്കൽ, നിർമ്മാണ പ്രവൃത്തികൾ എന്നിവ സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടാകും. ഗുണഭോക്താക്കളുടെ ആദ്യ കരട് പട്ടികയുമായി ബന്ധപ്പെട്ടുണ്ടായ പരാതികളും പരിഗണനയ്ക്ക് വരും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും അർജുൻ രാജ ചേരുന്നുണ്ട്. അർജുൻ, മന്ത്രിസഭാ യോഗം എപ്പോഴേക്കുമാണ് ആരംഭിക്കുക? ഈ പുനരധിവാസം സംബന്ധിച്ചുള്ള ചർച്ചകൾ അത് ഏത് രീതിയിലായിരിക്കും പുരോഗമിക്കുക? ഏതൊക്കെ വകുപ്പുകൾ ഇത് സംബന്ധിച്ചുള്ള കരട് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട്? സംഗീത, വയനാട് മുണ്ടക്കൈയുമായി ബന്ധപ്പെട്ട പുനരധിവാസത്തിൽ ഒരു നിർണായകമായിട്ടുള്ള മന്ത്രിസഭാ യോഗമാണ് ഇന്ന് ചേരുന്നത്. ചില സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. വൈകിട്ട് 3:30 ഓൺലൈനായിട്ടാണ് മന്ത്രിസഭാ യോഗം ചേരുന്നത്. പ്രത്യേകമായി വിളിച്ചു ചേർക്കുന്ന മന്ത്രിസഭാ യോഗമാണ്. മുഖ്യമന്ത്രി തന്നെ യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പുനരധിവാസത്തിൽ ചില തീരുമാനങ്ങൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. ഈ പുനരധിവാസം എങ്ങനെ നടപ്പാക്കണം, ആരുടെയൊക്കെ സന്നദ്ധത തേടണമെന്നതുൾപ്പെടെയുള്ള സഹായം തേടണമെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ചില തീരുമാനങ്ങളും യോഗത്തിലുണ്ടാകും. ടൗൺഷിപ്പ് ഒറ്റഘട്ടമായി നടപ്പാക്കണോ അതോ 2 ഘട്ടമായ പല ഘട്ടങ്ങളിലായി നടപ്പാക്കണമെന്ന കാര്യങ്ങളൊക്കെ ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകും. പ്രധാനമായും ഈ ദുരന്തത്തെ നേരിട്ട് ഏറ്റുവാങ്ങിയ ഉറ്റവരും ഉടയരും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളെ പ്രഥമ പരിഗണനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടൗൺഷിപ്പ് നിർമ്മാണവും ബാക്കിയുള്ളവരെ 2ാം ഘട്ടത്തിലും അങ്ങനെ സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ ഒറ്റഘട്ടമായി പൂർണ്ണമായും ഈ പദ്ധതി ടൗൺഷിപ്പ് നടപ്പാക്കാനുള്ള ആലോചനയും സർക്കാർ തലത്തിലുണ്ട്. അക്കാര്യത്തിലൊരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകും. മറ്റൊന്ന്, ഈ ടൗൺഷിപ്പിനും അല്ലെങ്കിൽ പുനരധിവാസത്തിനാകെയും സഹായം വാഗ്ദാനം ചെയ്തിട്ടുള്ള സന്നദ്ധ സംഘടനകളും മറ്റ് സംസ്ഥാനങ്ങളും ഒക്കെയുണ്ട്. അവരുമായുള്ള ചർച്ച വൈകാതെ ആരംഭിക്കാൻ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കും. പ്രത്യേകിച്ച് കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് സഹായം വാഗ്ദാനം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആ സർക്കാരുകളുമായും സന്നദ്ധ സംഘടനകളുമായി ഒരു ചർച്ചയ്ക്ക് വൈകാതെ തന്നെ സാധ്യതയുണ്ട്. അത് സർക്കാരുകളുമായി മുഖ്യമന്ത്രി തന്നെ സംസാരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. സന്നദ്ധ സംഘടനകൾ പലരും സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരോടും വൈകാതെ തന്നെ ചർച്ച നടത്തും. ഏത് രീതിയിലുള്ള സഹായങ്ങളാണ് തേടുന്നത്, പണമായിട്ടാണോ അല്ലെങ്കിൽ സ്ഥലം, അങ്ങനെ പലതരത്തിലുള്ള സഹായങ്ങളുണ്ട്. അക്കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് വൈകാതെ തന്നെ ഇക്കാര്യത്തിലൊക്കെ ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ആ രീതിയിലാണ് ഈ ചർച്ച മന്ത്രിസഭാ യോഗത്തിൽ അത്രയും പ്രധാനപ്പെട്ട തരത്തിലുള്ള ചർച്ചയാണ് നടത്തുന്നത്. ഒപ്പം തന്നെ ഇതിൻ്റെ മേൽനോട്ട ചുമതല ചീഫ് സെക്രട്ടറിയെ ഏൽപ്പിച്ചുകൊണ്ടുള്ള തീരുമാനവും സർക്കാർ എടുക്കും. വൈകാതെ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത്. അതിൻ്റെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് ഇന്ന് മന്ത്രിസഭാ യോഗം കടക്കുകയും ചെയ്യും. സംഗീത. ശരി അർജുൻ, മുണ്ടക്കൈ പുനരധിവാസം ചർച്ച ചെയ്യാനുള്ള നിർണായകമായ യോഗമാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് ചേരുന്നത്. അർജുൻ രാജാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പങ്കുവച്ചത്.